വേഗം താ, അങ്ങോട്ട് എടുക്ക്. എന്നാലും സിദ്ധാർത്ഥ്, താൻ കാരണം എന്റെ 5K. അത് പിന്നെ നാളെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാണ്ട്, പോയിട്ട് വരാം. നിക്ക്, നാളത്തെ വിശേഷം എന്താണെന്ന് പറ. ഓ, അതിനു മുമ്പ് നീ ഓർഡർ ചെയ്ത ആ ഗിഫ്റ്റ് ഇല്ലേ, അത് നാളെ തന്നെ ഡെലിവർ ആവുമെന്ന് ചോദിച്ചിട്ട് പറയണേ, മറക്കല്ലേ. സമാധാനമായിട്ടിരുന്ന് എന്നെ വെറുതെ ടെൻഷനാക്കി. അല്ല, കൊറോണയ്ക്ക് ശേഷം എന്റെ റൂമിലെ കലണ്ടർ ഞാൻ മാറ്റിയില്ലെന്നാ തോന്നുന്നത്. ആ പാർട്ടിയിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല റോഡിക്കൊച്ചേ. പിന്നെ ഞങ്ങള് കഴിച്ചതിന്റെ ബില്ല് വേറെ ഏതൊരു പെണ്ണാ കൊടുത്തത്. എന്ത്, ലേഡി കൊടുത്തെന്നോ? ആര്? അതാരെന്ന് ഞങ്ങൾക്കും അറിയില്ല. അല്ല, ഇവരൊരുമിച്ച് പാർട്ടി നടത്തിയതിന്റെ ബില്ല് വേറൊരാളെന്തിനാ കൊടുക്കുന്നേ? അതാണെങ്കിൽ ആരാണെന്ന് പോലും അറിയാത്ത പെണ്ണ്. അത്രയ്ക്ക് ദാനശീലമുള്ള ആരായിരിക്കും അത്? വേദാന്താണെങ്കിൽ വീടായിട്ടാ ബിഹേവ് ചെയ്തത്. രാത്രി മുഴുവൻ എന്തോ പേടിയുള്ളതുപോലെ കാണിച്ച് എന്തൊരു ഓവറായിരുന്നു അത്. അവൻ അങ്ങനെയൊക്കെ കാണിച്ചതിനും ആ ബില്ല് കൊടുത്ത പെണ്ണും തമ്മില് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കും? ചേച്ചേ, ഒരു ചാൻസും ഇല്ല. എന്റെ ചെറുക്കന് പെൺകുട്ടികളെ തന്നെ ഇഷ്ടമല്ല, പിന്നെ ഒരു ലിങ്ക് ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. അപ്പൊ പിന്നെ മറ്റെന്തായിരിക്കും മാറ്റർ? എടി ലൂസേ, നീ എന്താ കുട്ടികളെ കളിക്കാ? കുറച്ചെങ്കിലും ബോധമുണ്ടോ നിനക്ക്? ബോധത്തിനെ പോലെ വളർന്നല്ലോ നീ. ഞാനിപ്പോ എന്ത് ചെയ്തിട്ടാ നീ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നേ? എനിക്ക് ഇങ്ങനെ പറ്റൂ. ഇനി ഞാൻ കാളെ പോലെ വളർന്നാലും ഇങ്ങനെയായിരിക്കും. അല്ലാതെ നിന്നെ പോലെ ഈ ചെറിയ പ്രായത്തിൽ ഒരു മുതുക്കി തള്ളെ പോലെ ജീവിക്കാൻ പറ്റില്ല. ചെറിയ വലിയ വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ, കാണിച്ചു തരാം നിനക്ക്. പറയ് വേദാന്ത്. കഴുതക്കുട്ടി, നാളെ രാവിലെ 7 മണിക്ക് റെഡി ആയിട്ട് നിൽക്കണം. 2 ജോഡി ഡ്രസ്സും എടുത്തോ, ഞാൻ വന്നിട്ട് പിക്ക് ചെയ്യാം. എന്ത്, 2 ജോഡി ഡ്രസ് എടുത്ത് റെഡി ആവണോ? ഇതൊക്കെ ആയിട്ട് എങ്ങോട്ടാ പോകുന്നേ? എന്താ കാര്യം പറ. അതൊക്കെ ഓൺ ദ വേ പറഞ്ഞുതരാം. ഹലോ, ഇത് അമ്മുവാ. എന്ത് കാര്യം ഉണ്ടെങ്കിലും ആദ്യമേ എക്സ്പ്ലെയിൻ ചെയ്തേ പറ്റൂ. ഞാൻ അമൂല്യയോടല്ല, അമൂല്യയുടെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന അവളെയാ. ഓൾറെഡി ഞങ്ങൾ ഈ കാര്യം സംസാരിച്ചു കഴിഞ്ഞതാ. അമ്മയോട് ഈ കാര്യം പറഞ്ഞ് സമ്മതവും വാങ്ങിച്ചു. സോ നാളെ റെഡി ആയിട്ടിരിക്കെ, ഞാൻ വരാം രാവിലെ 7 മണിക്ക്. അത് ഏഴ് മണിക്ക് തന്നെ റെഡി ആവണം. 2 ജോഡി ഡ്രസ്സും എടുക്കണം. അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അമ്മയാണെങ്കിൽ അതൊക്കെ സമ്മതിക്കുകയും ചെയ്തു. ഞാൻ അറിയാതെ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് എന്റെ ഈശ്വര. എങ്ങോട്ട് പോവാന്നറിയില്ല, അമ്മയൊന്നും പറഞ്ഞിട്ടില്ല. ഈ വേദാന്തിന് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നതേ ഇല്ല. എന്റെ ദൈവമേ, എന്തൊക്കെ അവസ്ഥയിലൂടെ ഞാൻ ഈ കടന്നു പോകുന്നേ. വിക്കി എപ്പോഴും ഇതുപോലെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കണോ? ഹായ് ആരതി. ഹായ് ചേട്ടാ. ഡിസ്റ്റർബ് ആയോ? എന്ത് പറഞ്ഞിരിക്കായിരുന്നു? റൊമാൻസ് ആയിരുന്നോ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല ഏട്ടത്തി. ഞങ്ങള് ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. ഓക്കെ, നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എങ്കിൽ പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ മാറ്റി വെച്ചേക്കണം. കാരണം ഞാനും ചേട്ടനും കൂടി വേറൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആണോ? എന്നാ അങ്ങനെ തന്നെ നടക്കട്ടെ. അതാണ് എന്റെ ഗുഡ് ഗേൾ. നാളെ രാവിലെ 6 മണിക്ക് തന്നെ 2 പേരും റെഡി ആയിക്കോളാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. രാവിലെ 6 മണിക്കോ? അത്ര നേരത്തെയോ? ശരി, ഞാൻ റെഡി ആയിക്കോളാം. പക്ഷേ വിക്കിയെ റെഡിയാക്കേണ്ടത് നിങ്ങളുടെ ജോലിയാ. എന്നെ കൊണ്ട് എന്തായാലും ഇത് പറ്റില്ല. ഹലോ ബ്രദർ, ഞങ്ങൾ സംസാരിക്കുന്ന കേട്ടില്ലേ? നീ എന്താ വേണ്ടത് ലാപ്ടോപ്പിൽ ചെയ്യുന്നേ?
പറഞ്ഞത് കേട്ടല്ലോ അല്ലേ? രാവിലെ 6 മണിക്ക് റെഡിയായി വീടിന്റെ മുറ്റത്തുണ്ടാവണം. ആണോ? അത്ര രാവിലെയോ? നമ്മുടെ വീടിന് മുന്നില് എന്താ കാര്യം? ഇതിനെന്താ പറഞ്ഞത് മനസ്സിലാവാത്തെ? എന്താ വിക്കി ഇത്? കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ? വന്നില്ലെങ്കിൽ ഞാൻ മിണ്ടില്ല. ആരതി മാത്രല്ല, ഞാനും മിണ്ടില്ല. ഇനി നമ്മൾ എന്തിനാ ഇവിടെ നിന്ന് സംസാരിക്കുന്നേ? എടുത്ത് വന്നേ, നമുക്ക് അങ്ങോട്ട് പോവാം. അതെ, നമുക്ക് പോയേക്കാം. രണ്ടുപേരും എങ്ങോട്ടേക്ക് പോന്നേ? രണ്ട് സൈക്കോളാണല്ലോ. അല്ല, അതിനിപ്പോ ഞാനെന്ത് പറഞ്ഞിട്ടാ എന്നെ ഒരു രണ്ടുപേരും ഇങ്ങനെ അടിച്ചിട്ട് പോയത്? രണ്ടുപേരും കൂടി എന്നെ നന്നായിട്ട് ഉപദ്രവിച്ചു. ഈ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. നാളത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്നല്ലേ ഞാൻ ചോദിച്ചോളൂ. അതിനെന്തിനിങ്ങനെ ബഹളം ഉണ്ടാക്കുന്നേ? നമ്മൾ പാവം ഭർത്താക്കന്മാർ എന്തൊക്കെ ഇങ്ങനെ അനുഭവിക്കണ്ടേ? എന്തായാലും ഈ ലോകം മാറാനൊന്നും പോകുന്നില്ല. ഭർത്താക്കന്മാർ ആരും മനസ്സിലാക്കിയില്ല. എങ്ങോട്ടാ നോക്കുന്നേ? എന്നെ നോക്ക്. ഞാനാ ഇതൊക്കെ പറയുന്നത്. ഈ പച്ചക്കറിക്കാരോട് വഴക്കിട്ട് ഞാനൊരു വഴിയായി. അവരുടെ ഇഷ്ടത്തിന് വില കൂട്ടി പറയല്ലേ. ഒരു സാമ്പാർ വെക്കാൻ ഇപ്പോ 100 രൂപ കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ അത് ആരാ വാങ്ങിക്കുക? അല്ല, ആൾക്കാർ എന്ത് കഷ്ടപ്പെട്ടാ കാശുണ്ടാക്കുന്നതെന്ന് ഇവർക്കെന്താ മനസ്സിലാവാത്തത്? മറ്റുള്ളവരുടെ വിഷമം നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മളെ ആരും മനസ്സിലാക്കാനില്ല. ഇന്നത്തെ കാലം അങ്ങനെയാണ് പ്രമി. മറ്റുള്ളവരെ കുറിച്ച് ആരും ചിന്തിക്കാനാ. അവനവന്റെ കീശ നിറയ്ക്കാനുള്ള വെപ്രാളവും പരിഭ്രാന്തിയും കാരണം മറ്റുള്ളവരെ കുറിച്ച് ആരും ചിന്തിക്കാൻ നിൽക്കില്ല. പച്ചക്കറിക്കാരുടെ കാര്യം നോക്ക്. എല്ലാത്തിനും വില ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അവർക്കും ചെലവുകൾ ഉണ്ടാവില്ലേ? നമ്മളെ പോലുള്ളവർക്ക് ഇതെല്ലാം കൂടുതലാ. അപ്പൊ അവരുടെ അവസ്ഥ ആലോചിച്ചു നോക്ക്. അവരും നമ്മളെ പോലെ ബിസിനസ് ചെയ്യുന്നവരാണല്ലോ. നിങ്ങൾ പറഞ്ഞ സത്യ. അവരെ കുറ്റം പറഞ്ഞിട്ട് എന്തിനാ? ഓഹോ, രണ്ടുപേരും വന്നോ? ഇരിക്കുവായിരുന്നോ? ഇരുന്നോ. സമാധാനത്തോടെ ഇരിക്കെ. കുടിക്കാൻ എന്തെങ്കിലും വേണോ? കോഫി, ടീ, ലൈം ടീ, സർബത്ത്, ഷേക്ക്? അതൊന്നും വേണ്ട. കുറച്ച് വെള്ളം മാത്രം മതി. പിന്നെ കുറച്ച് മനസ്സമാധാനവും. എനിക്കും വെള്ളം വേണം. ശരി, ഇപ്പൊ എടുത്തോണ്ട് വരാം. അല്ല, എന്ത് പറ്റി? സ്നേഹക്കൂടലാണല്ലോ. ഒന്നുമില്ലമ്മേ, പുറത്തു പോയി വെയിൽ കൊണ്ടിട്ട് വന്നതല്ലേന്ന് ഓർത്ത് ചോദിച്ചതാ. അല്ലാതെ ഒരു സ്നേഹവും ഇല്ല. എന്ത് ചെയ്യാനാന്ന് പറ. കുടിക്കാൻ എന്തെങ്കിലും വേണോന്ന് ചോദിച്ചാ പിന്നെ സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ കണക്കെടുക്കാൻ നടക്കല്ലേ. ഇപ്പൊ പുറത്തിറങ്ങിയ എന്തൊക്കെ ചോദ്യങ്ങളാ. കല്യാണം ഉടനെ എങ്ങാനും ഉണ്ടോ? എത്രയാ സ്വർണ്ണം എടുക്കാൻ പോകുന്നേ? എന്നിങ്ങനെ 1000 ചോദ്യങ്ങളല്ലേ. അത് കേട്ട് ക്ഷീണിച്ചു വരുവാണല്ലോ എന്നോർത്താ കുടിക്കാൻ എന്തെങ്കിലും വേണോന്ന് ചോദിച്ചു. ഞാനെന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ തന്നെ എനിക്ക് വായാടി നല്ല വിളിപ്പേര്. മിണ്ടിയാലും കുറ്റം, ഇണ്ടിയില്ലെങ്കിലും കുറ്റം. ഒന്നെങ്കിലും മിണ്ടാതിരിക്കണം, അല്ലെങ്കിൽ മിണ്ടിക്കൊണ്ടേയിരിക്കണം. എന്നെ പോലെ ജീവിക്കുകയാണെങ്കിൽ ചെവിയിൽ 2 പഞ്ഞിയും കൂടി വെക്കേണ്ടി വരും. അയ്യോ എന്റെ അമ്മു, നീ എന്തൊക്കെയാ പറയുന്നത്? നിന്നോട് സംസാരിക്കാൻ നിന്നാലേ 1/2 മണിക്കൂറിനുള്ളിൽ ചെവി അടിച്ചു പോവല്ലോ. എനിക്കുള്ള വെള്ളം ഞാൻ തന്നെ എടുത്തോളാം. അമ്മ നിക്ക്, ഞാൻ തന്നെ പോയി വെള്ളം എടുത്തോണ്ട് വരാം. സ്വന്തം അമ്മയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാത്ത ദുഷ്ടയായ ഒരു കുട്ടിയാണോ ഞാൻ? പ്രമി, ചൂടുകാലം തുടങ്ങിയിരിക്കുകയല്ലേ. ഒരു കൂളർ വാങ്ങിയാലോ? മോളുടെ കല്യാണം ഏകദേശം ഇങ്ങ് അടുക്കാറായി. ഇപ്പൊ സാറിന് കൂളർ വേണോ? അത്ര കൂളർ. വീട്ടിലൊരു പേപ്പർ കഷ്ണം ഇല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ പോയാൽ പോലും പെമ്മക്കടെ കല്യാണത്തിനെ കുറിച്ച് ആദ്യം പറയും. ഏയ്, നീ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാലേ നിന്റെ കെട്ടിയോനിങ്ങ് നിന്നെ തിരിച്ചയക്കും. അതല്ലേ അമ്മ ഞാൻ ആദ്യം പറഞ്ഞേ. ഞാൻ മിണ്ടിയാലും കുറ്റം, മിണ്ടിയില്ലെങ്കിലും കുറ്റം. ശരി, എന്റെ പൊന്നുമോളെ ഒന്ന് നിർത്ത്. കുടിക്ക്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ നാളെ ഒന്ന് പുറത്തു പോകുന്നുണ്ടേ. അറിഞ്ഞു. അതിനിപ്പോ എന്താ പ്രത്യേകത? സമാധാനമായിട്ട് പോയിട്ട് വാ. പോകുമ്പോ ഒരു 2 ജോഡി ഡ്രസ്സും കൂടി എടുത്തേരെ. അയ്യോ എന്റെ ഈശ്വര, ഇതെന്തൊരു മറിമായോ എന്റെ ചുറ്റും നടക്കുന്നേ. ഈ കാര്യം അമ്മയോട് പറയുമ്പോ ടാറ്റ തന്നിട്ട് പറഞ്ഞു വിടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. എന്താ മോളെ, നീ എന്താ ആലോചിച്ച് നിൽക്കുന്നത്? അച്ഛാ, ശരിക്കും നമ്മുടെ അമ്മയ്ക്ക് വല്ല ട്വിൻ സിസ്റ്റേഴ്സും ഉള്ളതായിട്ട് അച്ഛനറിയോ? അതെന്താ മോളെ? അതല്ല, പെട്ടെന്ന് അമ്മയ്ക്ക് അടിമുടി ഒരു മാറ്റം വന്ന പോലെ തോന്നില്ലേ? അതെന്താ നീ അങ്ങനെ പറയുന്നേ? എന്തോ ഒരു പന്തികേടുണ്ട്. ഇത് അമ്മയുടെ ട്വിൻ സിസ്റ്റർ തന്നെയാ. അതല്ലെങ്കിൽ അമ്മയുടെ തലയിൽ തേങ്ങ വീണിട്ടുണ്ട്. അതല്ലാതെ നമ്മുടെ പ്രമി ഇങ്ങനെ ആവാൻ ഒരു വഴിയില്ല. ചോദിക്കാതെയും പറയാതെ ഓക്കേന്ന് പറയണമെങ്കിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നീ ഇങ്ങനെ തോന്നു വിളിച്ച് പറയല്ലേ.
ഞാൻ തെറ്റൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അമ്മയ്ക്ക് എന്തോ ഒരു മാറ്റം ഉള്ളത്. അമ്മു, നീ പോകുന്നത് നിന്റെ ഫാൻസിയുടെ കൂടെ അല്ലേ? അത് ഫിയാൻസിയാ പ്രമി, ഫാൻസി അല്ല. ആ, അത് തന്നെ. അവന്റെ കൂടെ നീ എങ്ങോട്ട് വേണേലും പൊയ്ക്കോ, എനിക്ക് ഒരു പ്രശ്നവുമില്ല. അവൻ നല്ല പയ്യനാ. നിന്നെ അവൻ കൊണ്ടുപോകുന്ന പോലെ ഇവിടെ തിരിച്ചേൽപ്പിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഓഹോ, അപ്പൊ എനിക്ക് മുമ്പ് കാര്യങ്ങളൊക്കെ പ്രമി അറിഞ്ഞു അല്ലേ? ആ, എന്നോട് പറഞ്ഞതാ. ഇംഗ്ലീഷ് പരീക്ഷയുടെ അന്ന് മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നതുപോലെ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എങ്ങോട്ടാ പോകുന്നതെന്ന് അമ്മയോട് പറഞ്ഞാണല്ലോ. അമ്മയോട് തന്നെ ചോദിക്കാം. ഇനി അടുത്തെന്താ നീ ആലോചിച്ച് നിൽക്കുന്നേ? കൂടുതൽ ടെൻഷൻ ആവൊന്നും വേണ്ട. വേദാന്തിന്റെ കാര്യത്തിൽ ഞാൻ ബഹളം ഉണ്ടാക്കിയെന്നുള്ള ശരിയാ. പക്ഷെ ഒരിക്കലും ഞാൻ അവന്റെ സ്വഭാവത്തിന്റെ പേര് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അതൊക്കെ വീടമ്മേ. കഴിഞ്ഞ കാര്യമൊക്കെ പറഞ്ഞ് എന്തിനാ വെറുതെ സമയം കളയുന്നേ? അയ്യോ, അതൊക്കെ പോട്ടെ. എന്നാലും അമ്മയോട് അവൻ എന്തിനാ ഇതൊക്കെ ആദ്യമേ തന്നെ പറഞ്ഞേന്നാ എന്റെ ഡൗട്ട്. അവൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എങ്ങനെ അറിയാനാ, അല്ലേ? ആണോ? എന്നാ ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നേന്നൊന്ന് പറഞ്ഞേ. എന്താ അമ്മു ഇത്? എവിടെയാ പോകുന്നതെന്ന് എന്നോട് പറഞ്ഞല്ലേ? അതേ സ്ഥലം തന്നെ ഞങ്ങളോടും പറഞ്ഞത്. പ്രമി, എഴുന്നേക്ക്. ഇവിടെ എന്നുള്ള ഒരു സമാധാനം തരില്ല. ആ, ശരിയാ, നമുക്ക് വേഗം പോയേക്കാം. സമാധാനം തരില്ല ഇവള്. ശ്ശോ, അമ്മ പറയാൻ തുടങ്ങിയതാ ഈ അച്ഛനെല്ലാം നശിപ്പിച്ചത്. എന്നാൽ ഇവൻ എന്തായിരിക്കും പ്ലാൻ ചെയ്തിരിക്കുന്നത്? 100 ആയിസാ നിനക്ക്. ഹായ് കള്ളച്ചെറുക്ക. ഹായ് കഴുതക്കുട്ടി. ഈ റൗഡി ബേബിയുടെ തലയിൽ മറ്റൊരു ബോംബ് കൂടി ഇട്ട് തന്നിട്ട് ഇരിക്കുകയാണല്ലേ? ഇത് കൂടുതൽ ടെൻഷൻ അടിച്ചിരിക്കാൻ എനിക്ക് പറ്റില്ല. ഈ സസ്പെൻസിന്റെ ഒന്നും ഒരാവശ്യമില്ല. വെറുതെ എന്റെ സമാധാനം കളയാതെ നാളെ എങ്ങോട്ടാ പോകുന്നെന്ന് ശരിക്കും സത്യം പറ. പറഞ്ഞേ പറ്റുള്ളോ? അതെ, പറഞ്ഞേ പറ്റുള്ളൂ. വേറെങ്ങോട്ടും അല്ല. നാളെ വിളിച്ചപ്പോ തന്നെ നീ വരാന്ന് പറഞ്ഞില്ലേ? നിന്നെയും കൂട്ടി ഒളിച്ചോടി പോയി കല്യാണം കഴിക്കാനാ പ്ലാൻ. എന്തു പറയുന്നു? എടാ പൊട്ട, നീ എന്തൊക്കെയാ പറയുന്നേ? എന്റെ കല്യാണത്തെ കുറിച്ച് എനിക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടെന്ന് അറിയോ? വലിയ രീതിയിൽ എന്റെ കല്യാണം നടത്തണം, നല്ല ആഘോഷമായിട്ട് നടത്തണം. കല്യാണ ദിവസം എന്നെ കണ്ട് എല്ലാവരും ഞെട്ടണം. ഞാൻ നടക്കുന്ന വഴി മുഴുവൻ പൂ കൊണ്ട് പരവതാനി വിരിക്കണം. നമ്മുടെ കല്യാണം നടക്കാൻ പോകുന്ന മണ്ഡപം എല്ലാവരുടെയും മനസ്സ് കവരുന്നതാകണം. ആ മണ്ഡപത്തിലുള്ള എല്ലാവരുടെയും മുഖത്ത് നല്ല ചിരി ഉണ്ടാവണം. അവരുടെ എല്ലാവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടണം. കെട്ടുമേളത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കില് നമ്മുടെ പരിണയം അടിപൊളിയായിട്ട് നടക്കണം. എന്നിട്ടിപ്പോ കള്ളന്മാരെ പോലെ ഒളിച്ചോടി കല്യാണം കഴിക്കണോ? ഞാനൊന്നും വരില്ല. ഏയ്, ദയവേത് നിന്റെ ഓൾ ഇന്ത്യ റേഡിയോ വായൊന്ന് അടയ്ക്കൂ. നാളെ ആദ്യ ഓർഗാനിക്സിന്റെ 2nd ഇയർ ആനിവേഴ്സറിയാ. അതിന്റെ സർപ്രൈസ് തരാനാ പോവാന്ന് പറഞ്ഞത്. ഓ, അതായിരുന്നു കാര്യം. എന്നാൽ അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും എന്നോടത് മറച്ചു വെക്കേണ്ട കാര്യമുണ്ടോ? നാളെ നിന്നെ എന്റെ കൈ കിട്ടുമല്ലോ, അപ്പൊ ശരിയാക്കി തരാം ഞാൻ. നിന്നെ നാളെ എന്റെ കയ്യിലാ കിട്ടാൻ പോകുന്നത്. നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അത് മറന്നുപോയി തന്നെ ഞാൻ വിചാരിക്കാം. എന്നാലും നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. നമുക്ക് പുറത്തു പോകണമെന്ന് പറയുമ്പോൾ നിനക്ക് ഓർത്തുകൂടായിരുന്നോ? എന്നിട്ട് എന്നോട് വഴക്കിടാൻ വരിക? സത്യം, ഞാൻ അതിനെക്കുറിച്ച് മറന്നുപോയി. സോറി. നിന്റെ കാര്യം പോട്ടെ, ശരിക്കും ഓർത്ത് വെക്കേണ്ട ആൾക്ക് തന്നെ അത് ഓർമ്മയില്ല. അതാരാ? നിന്റെ ചേച്ചിയുടെ ഭർത്താവ്. എന്ത്? വിക്കി ചേട്ടൻ അത് മറന്നുപോയോ? അവനും അത് മറന്നുപോയി. അതുകൊണ്ട് നാളെ അവന് നല്ലൊരു പണിഷ്മെന്റും ഉണ്ട്. അതെന്തായാലും വേണം. ഇതൊക്കെയാണോ മറക്കേണ്ടത്? എന്താ പണിഷ്മെന്റ്? മറ്റുള്ളവർക്ക് പണി കൊടുക്കുന്ന കാര്യത്തിൽ നല്ല ക്യൂരിയോസിറ്റി ആണല്ലേ? അതിപ്പോ ആർക്കാ ഇല്ലാത്തത്? മറ്റുള്ളവരുടെ കാര്യം എന്താണെന്ന് അറിഞ്ഞാലല്ലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. നമുക്ക് പണിഷ്മെന്റ് വന്നാൽ മാത്രം ടെൻഷൻ ആയോ പോരെ? അത് പോട്ടെ, പണിഷ്മെന്റ് എന്താണെന്ന് പറ. സർപ്രൈസ്. ഇവന്റെ ഒരു കാര്യം, ഈ റൗഡി ബേബിയോട് സംസാരിക്കുമ്പോ ഫോൺ കട്ട് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിയില്ലേ? നാളെ വിക്കി ചേട്ടന്റെ കൂടെ ഇതിനുള്ള പണിഷ്മെന്റ് നിനക്കും വെച്ചിട്ടുണ്ട് മോനെ. വേദാന്ത് റെഡിയായോ? റെഡി. പാവം വെക്കിച്ചേട്ടൻ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. എഴുന്നേറ്റില്ല അല്ലേ? അവൻ ഇങ്ങോട്ട് വരാതെ നമ്മൾ എങ്ങനെയാ അവന് പണിഷ്മെന്റ് കൊടുക്കുക? അത് ശരിയാ. അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവൻ അനുഭവിക്കണം. എന്നാ മാത്രം അവനൊന്നും മറക്കാതിരിക്കും. ഞാനിങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നീ വെറുതെ ഇരിക്കോ? ഇല്ല, ഒരു കൊല്ലത്തേക്ക് ഹിമാലയത്തിലേക്ക് വിട്ടു കാണിച്ചു കൊടുക്കാം. ഇനി അവനൊന്നും മറക്കാൻ പാടില്ല. വാ അച്ഛാ, അമ്മേ, മുത്തശ്ശി, ഞങ്ങള് പോയിട്ട് വരാവേ. ശരി, നമുക്കെന്നാ ഇറങ്ങാം. പോയിട്ട് വരാം.
ഹായ് ഹാപ്പി നവമി. താങ്ക്സ്. താങ്ക് യു. അപ്പൊ ഇറങ്ങിയാലോ? വേഗം പോവാ എടുത്തി. ഇനി നമ്മൾ ഇവിടെ നിന്നാലേ രാഹുകാലത്തിന്റെ കാര്യം പറഞ്ഞ അമ്മ ഇപ്പൊ തുടങ്ങും. ആണോ? അതെന്താ? പിന്നല്ലാതെ ഇന്നൊരു ആഘോഷ ദിവസമായിട്ട് ഇത്രയും നേരത്തെ ഇവിടുന്ന് പോണെന്ന് ചോദിച്ച അമ്മ രാവിലെ തുടങ്ങി. പക്ഷെ ഞാൻ വാശി പിടിച്ച് രാവിലെ തന്നെ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു വന്നതാ. കുറച്ചു സമയം കൂടെ കഴിഞ്ഞ അമ്മ ലോക്കി എന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടിയാ. ഇതാ എടുക്ക്, പ്രസാദമാ. താങ്ക് യു. നിനക്കുള്ളത് ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ തരാം. എന്റെ ആരോഗ്യം തീരെ ശരിയല്ല. എന്താ പറ്റി? എരിവ് കൂടുതലാണോ? ഞാൻ കഴിച്ചപ്പോ കുഴപ്പമില്ലായിരുന്നല്ലോ. ഞാൻ വരുമെന്ന് നിന്റെ അമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ കുരുമുളക് ഇട്ടിട്ടുണ്ടാവും. എന്താ പറ്റി? എരിവ് കൂടുതലാണോ? ഞാൻ കഴിച്ചപ്പോ കുഴപ്പമില്ലായിരുന്നല്ലോ. ഞാൻ വരുമെന്ന് നിന്റെ അമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ കുരുമുളക് ഇട്ടിട്ടുണ്ടാവും. മതി മതി, നിർത്ത്. എന്റെ അമ്മയെ കൂടുതൽ കളിയാക്കണ്ട, എനിക്ക് ദേഷ്യം വരും. ഞാനൊരു തമാശ പറഞ്ഞാടോ. എന്നാലും അത് നിർത്തിക്കും. എന്തായാലും കുരുമുളക് കുറച്ച് കൂടുതൽ തന്നെ. അത്രയല്ലേ ഉള്ളൂ. സ്വീറ്റ് ആയിട്ട് ഞാനുണ്ടല്ലോ. എന്നെ നോക്കി കഴിച്ചോ, എരിവൊന്നും അറിയേയില്ല. രണ്ടുപേരും ഒന്ന് നിർത്തോ? വെറുതെ എന്റെ ചേട്ടനെ ഷുഗർ പേഷ്യന്റ് ആക്കല്ലേ? രണ്ടുപേരുടെ ഈ റൊമാൻസ് ഒന്നും നിർത്തിയിരുന്നെങ്കിലേ സമാധാനമായിട്ട് അങ്ങോട്ട് പോവായിരുന്നു. ശരി ചേട്ടാ. അല്ല, വിക്കി ചേട്ടൻ എവിടെ? കണ്ടില്ലല്ലോ. അവൻ മുകളിലുണ്ട്. മുകളിലുണ്ടെന്നോ? എന്ന് വെച്ചാ? അവൻ എല്ലാവരുടെയും മുകളിലുണ്ട്. അങ്ങോട്ടൊന്ന് നോക്കിയേ. ചേട്ടാ, ആദ്യ എന്താ ഇത്? വിക്കിക്ക് എന്താ പറ്റിയത്? അത് പിന്നെ അവൻ ചെയ്ത തെറ്റിനുള്ള പണിഷ്മെന്റാ. പാവം വിക്കി ചേട്ടൻ. പണിഷ്മെന്റ് ഒക്കെ മാറ്റി താഴെ ഇറക്ക്. അവൻ ഒരു കുഴപ്പമില്ല. രണ്ടുപേരും കേറിക്കേ. ചെല്. ധ്രുവ, നിന്റെ കയ്യിലെന്താ? ആഹാ, പോകുന്ന വഴിക്ക് കഴിക്കാൻ വേണ്ടി അമ്മ തന്നുവിട്ടതാ. ഓ, ഇനി ഒരിക്കൽ കൂടെ നിന്റെ അമ്മയുടെ കൈപ്പുണ്ണി അറിയാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചില്ല. അല്ല, സുമേഷ് എന്താ വരാത്തത്? അവന് ഞാൻ നേരത്തെ തന്നെ ഫാം ഹൗസിലേക്ക് വിട്ടിട്ടുണ്ട്. എല്ലാം അറേഞ്ച് ചെയ്യണ്ടേ? ശരി, ഇനി ആരും സമയം വെറുതെ വേസ്റ്റ് ചെയ്യണ്ട. നമുക്ക് പോവാം. ഒരു മിനിറ്റ്. വിക്കി ചേട്ടനെ റൂമിൽ നിന്ന് എടുത്തോണ്ട് വന്ന് കാറിന്റെ മുകളിൽ കൊണ്ടുവന്ന് കിടത്തി കയ്യും കാലും ഒക്കെ കെട്ടിയിട്ട് അവിടുന്ന് ഇവിടെ വരുന്നത് വരെ എത്ര സമയം ഉണ്ടായിരുന്നു? അപ്പോ വിക്കി ചേട്ടൻ ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്തല്ലേ? എന്റെ അമ്മോ, രാവിലെ 10 മണിയാവാതെ ഇനി ബോംബ് പൊട്ടിയാലും ശരി, അവൻ എഴുന്നേൽക്കാൻ പോകുന്നില്ല മോളെ. നിങ്ങളൊന്ന് വണ്ടി കയറി.
ആഹാ, കാലത്ത് തന്നെ എന്താ വ്യൂ! ഇതിന് നല്ല സന്തോഷം ഇനി എവിടെ കിട്ടാനാ? വിജനമായ ആകാശം, കിളികളുടെ കളകൂചനങ്ങൾ, വഴി നിറയെ മരങ്ങൾ. ഇങ്ങനൊരു കാഴ്ച കാണാൻ എന്റെ ആർത്തി കൂടി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ.